ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ചില ദിവസങ്ങളിൽ നമുക്ക് ചില ഓർമ്മകൾ, ചില കാര്യങ്ങൾ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അനുഭവമായിരിക്കും. ഇന്നിപ്പോൾ ഇങ്ങനെ ചുമ്മാ രാവിലെ എണീറ്റ് ഇവിടെ കൂടെയൊക്കെ നടന്നപ്പം എന്തോ അമ്മയുടെ കാര്യം, അമ്മ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്ന, അമ്മ ഇതുവഴി നടക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നു. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്, അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുന്നതാണ് എപ്പോഴും എത്ര നല്ല ടേസ്റ്റുള്ള ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് വരില്ലെന്നാണ് ഒരു പ്രായം വരെ നമ്മളൊക്കെ പറയുക. പിന്നെ പറയുക ഒരു പ്രായത്തിന് ശേഷം അമ്മയുടെ അടുത്ത് നിന്നൊക്കെ മാറിയതിന് ശേഷമാണ് ആ ഫുഡിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നു എന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ വരിക. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് അത് പറഞ്ഞാൽ വലിയ വലിയ സംഭവങ്ങളൊന്നും വെച്ചിട്ടല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിലും തയ്യാറാക്കി തരുന്ന ഫുഡുകളൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇന്നും മിസ് ചെയ്യുന്നുണ്ടത്. അപ്പം എല്ലാ ഫുഡും പലതുണ്ട്, സാമ്പാർ, അങ്ങനെ പല ഫുഡിനെ കുറിച്ചും അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടെങ്കിലും അമ്മ കപ്പയും മീനും ഒക്കെ ഉണ്ടാക്കി തരുന്നത്, അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അതെന്നും ഒന്നുമില്ല, വല്ലപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു എല്ലാം കൂടെ ചേർത്തിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കി തരുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി കപ്പ, മീൻ വറുത്തത്, ഉണക്കമീൻ വറുത്തത്, ഉണക്കമീൻ കറി വെച്ചത് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് ഒരാഗ്രഹം. കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് വെറുതെ എല്ലാം കൂടെ ഒന്ന് എല്ലാം കൂടെ തയ്യാറാക്കി നോക്കാം. കപ്പ ഓൾറെഡി ചെറുതായിട്ട് നുറുക്കിയിട്ട്, ചിലർ മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കും. ഇത് മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ. മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനിവിടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അരപ്പെന്ന് പറയുന്നത്, അരപ്പ് മീൻസ് ഒന്ന് ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ. അതായത് ഒരു ടീസ്പൂണ് ജീരകം, നല്ല ജീരകമാണ്. ആ ജീരകം, ഒരു 4-5 ചെറിയുള്ളി, 4-5 ചെറിയുള്ളിയും, പിന്നെ എന്താ പച്ചമുളക്, കാന്താരി ആണെങ്കിൽ ഏറ്റവും നല്ലത്, പച്ചമുളക് ആണെങ്കിലും അതും നമ്മുടെ എരിവിനനുസരിച്ച്, പിന്നെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും ഉപ്പും, ശകല ഉപ്പ്. നമ്മൾ കപ്പയ്ക്ക് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, പക്ഷേ അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ശകല ഉപ്പ്, അത് ഓപ്ഷണൽ മാത്രമാണ്. അത്രയൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും കൂടെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുപോലെ ഇങ്ങനെ അരപ്പ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിനിങ്ങനെ ഒന്ന് നടുക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. നടുക്ക് ഇങ്ങനെ ഒരു കുഴി കുഴിക്കുക, നമ്മൾ ഈ കിണറൊക്കെ കുഴിക്കുന്ന പോലെ ഒരു കുഴി അങ്ങ് കുഴിക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക്, തീ കത്തിച്ചിട്ടില്ല ഇപ്പം, കാരണം കപ്പ ഓൾറെഡി വെന്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കും. ഈ അരപ്പ് ഇങ്ങനെ ഈ കുഴിക്കകത്തോട്ടിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് വലിയ പണികളൊന്നുമില്ല. ഈ കുഴിക്കകത്തിട്ടിട്ട് അതിനെ അവിടെ ഒന്ന് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് വെച്ചിട്ട് കപ്പ വെച്ചിട്ട് അങ്ങ് മൂടി വയ്ക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പച്ചവെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. തിളപ്പിച്ചാറിയ വെള്ളം, അല്ലെങ്കിൽ തിളച്ച വെള്ളം ആയാലും കുഴപ്പമില്ല. അത് വെച്ചിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരു കാൽ ഗ്ലാസ് അടുപ്പിച്ച് വെള്ളം, കാരണം കപ്പയ്ക്ക് വെള്ളം ഇല്ലല്ലോ, അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് കഷ്ടിച്ച്, അത് നമ്മുടെ പാത്രത്തിനനുസരിച്ചാണ് കേട്ടോ, ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കണം. പക്ഷേ അതിന് മുമ്പ് ഈ അരപ്പിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ വെച്ചേക്കുന്നതിന് നമ്മൾ ഈ സൈഡിലെ കപ്പ വെച്ചിട്ടൊന്ന് മൂടി ഒന്നങ്ങ് മൂടുകയാണ്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി ശകലം വെള്ളം ഒഴിച്ചും കൂടെ കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ അരപ്പൊന്ന് ജസ്റ്റ് ആവി കയറണം. അല്ലെങ്കിൽ നമ്മൾ ആ കപ്പയുടെ ചൂടോട് കൂടിയാണെങ്കിൽ പോലും ഒന്ന് ആവി കയറിയെങ്കിൽ മാത്രമേ ആ ഒരു അരപ്പിൻ്റെ ആ പച്ചച്ചോവ അങ്ങ് മാറിക്കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ്. ഇതിലേക്ക് ശകലം ഒരു 1/4 ഗ്ലാസ്സിനുമായി ഇല്ല, കുറച്ച് വെള്ളം, അതൊന്ന് ആവി കയറാനുള്ള വെള്ളം മാത്രം ഒഴിക്കുകയാണ്. അത് നമ്മളിപ്പോൾ സൈഡിൽ കൂടെ, ഇതൊരു ഓപ്ഷനിലാണ് കേട്ടോ. ചിലർക്ക് ഈ വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ വയ്യ, ഇതിനകത്ത് വെള്ളം എന്നുള്ളത് വരും. പക്ഷേ ഇത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് ആവി കയറാനാണ്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം കത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എത്ര കരിവേപ്പില വേണേലും, കരിവേപ്പില എന്നൊക്കെ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നും കണക്കൊന്നുമില്ല, എത്ര വേണേലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് ഞാൻ ജസ്റ്റ് മൂടി വയ്ക്കുകയാണ്. ഒന്ന് ആവി കയറിക്കോട്ടെ. ഒരു ആവി ഒന്ന് കയറി കഴിയുമ്പോൾ നമ്മുടെ അരപ്പൊന്ന് അതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. അതിനുശേഷം ഇളക്കിയെടുക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 2 മിനിറ്റ്, ഒരു മീഡിയം അല്ല, ഇച്ചിരിയുടെ ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നത്, കാരണം വെച്ചാൽ കപ്പയ്ക്ക് ഓൾറെഡി ചൂടുണ്ട്, അരപ്പിന് മാത്രമേ ഇതില്ലാതെ ഉള്ളൂ. അപ്പം ഒന്ന് 2 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് ആവി വരുന്നുണ്ട്. നമുക്കിനി അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി ഞാൻ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം തീയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കപ്പ ഈ രീതി മാത്രമല്ല, നമുക്ക് കടുക് വറുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. നല്ലൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പല രീതി നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതിൽ ഒരു രീതി മാത്രമാണിത്.
കടുക് വറുക്കുകയാണേലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്താ പറയുക, മുളകും ഉള്ളിയും ഒക്കെ കൂടെ ഒന്ന് ചതച്ചിട്ട് ഞാൻ ഈ അരപ്പിനകത്ത് 2 വെളുത്തുള്ളി കൂടി ചേർത്തിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കപ്പ ആയതുകൊണ്ട് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ്, വയറിനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കടുക് വറുക്കുന്നതിനും വേറൊന്നുമില്ല, കുറച്ചേറെ ഒരു 10ഓളം ചെറിയുള്ളി എടുക്കുക, പിന്നെ എന്താ കാന്താരി, ഉപ്പ്, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂടെ വേണമെങ്കിൽ പറഞ്ഞ പോലെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഏറ്റവും നല്ല ഇടികല്ല് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ചതയ്ക്കുന്നതായിരിക്കും. മിക്സിയിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇത് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ടത് കടുക് പൊട്ടുമ്പം വറ്റൽമുളകും കൂടെ ഇട്ടിട്ട്, വറ്റൽമുളക്, കടുക്, കരിവേപ്പില അത്രയും പൊട്ടിച്ചെടുത്തിട്ട് ഈ അരപ്പ് ചേർത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ കപ്പ ഇട്ട് ഇളക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. അതും ഇതുപോലെ തന്നെയാണ്, വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ നല്ലതുപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില നമ്മൾ ആദ്യം തൊട്ടേ ചേർക്കുന്നുണ്ട്. അരയ്ക്കുന്നതിനകത്ത് ഒന്ന് ജസ്റ്റ് ഒരു തണ്ട് കരിവേപ്പില വന്നിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ചൂടിനകത്തോട്ടിട്ട് അതിന്റെ ഒരു നല്ല മണം കൂടെ കിട്ടും. ഒന്ന് മിക്സ് ചെയ്യുക. ആ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, അത് ഓപ്ഷണലാണ്, എല്ലാവരും ചെയ്യുന്നതല്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ റെഡിയാണ്. നമ്മൾ സാധാരണ ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും കപ്പയാണേലും എന്താണേലും, ഇപ്പൊ ദോശയാണേലും അതിന് മുമ്പ് കറി ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ബാക്കി എന്താ പറയാ മെയിൻ ഡിഷിലേക്ക് കടക്കാറുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് മീനിന്റെ പല തരത്തിലുള്ള, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പലതരത്തിലുള്ള ഡിഷുകൾ ചേർത്തിട്ടാണ് ഒരു നൊസ്റ്റാൾജിയ. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു 1/2 കിലോയോളം അത്യാവശ്യം വലിപ്പമുള്ള ഒരു 5 അയല, ഉണക്കയലയാണ്, കഴുകി ഉരച്ച് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് അരപ്പ് തയ്യാറാക്കണം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് കറി ആക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക, അരപ്പ് തയ്യാറാക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് അരപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എത്ര മീൻ എടുക്കുന്നോ അതിന് ചാറ് എത്ര വേണം, അതിന്റെ കൊഴുപ്പ് എത്ര വേണം, അതിനനുസരിച്ചാണ് തേങ്ങ എടുക്കുന്നത്. ഞാനിപ്പോ ഇവിടെ 1 മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, വലിയ മുറിയായിരുന്നു. അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ കീറി ഇടുകയുള്ളൂ മീനിനകത്തോട്ട്. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 അല്ലി എടുത്തിട്ടുള്ളൂ, അധികം വേണ്ട, അത് അധികമായ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ ഒരു 5-6 ചെറിയുള്ളി, അതിന്റെ സൈസിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ 1 ടീസ്പൂണ് മല്ലി, മുഴുവൻ മല്ലിയാണ് എടുത്തേക്കുന്നത്, അതിന്റെ ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടി. മല്ലിപ്പൊടി ചേർത്താലും മതി, പക്ഷെ അതിൽ നല്ലത് മല്ലി തന്നെയാണ്. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്ര എടുത്തിട്ടുണ്ട്. അതിൽ മുളകിനെ മാത്രം നമ്മൾ മീനിലേക്ക് കീറിയിടും, ബാക്കി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇപ്പൊ ഒരു മുളക് ഉള്ളതിന് ഞാൻ നടുവിൽ നിന്ന് കീറി അതിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അതിന്റെ ഒരു ടേസ്റ്റ് നിൽക്കുമ്പോൾ അതിന് വേറെ ഒരു ഇത് കിട്ടും. പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇതിൽ കലക്കി കഴുകി ഒഴിക്കണം. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ ഒരു അരപ്പ് വെച്ചിട്ട് നമുക്ക് പച്ച ഇലയൊക്കെ കറി വയ്ക്കാം. പച്ച ഇലയാണ് മറ്റ് മീനുകളെക്കാളും കറി വയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. എന്നെ സംബന്ധിച്ച് അതും ഒരു എന്താ പറയുക നൊസ്റ്റാൾജിയാണ്. ഞാൻ നേരത്തെ വയനാട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നിഷ ടീച്ചർ, മാത്സിന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, നിഷ പ്രസാദ് എന്ന് പറഞ്ഞ് ടീച്ചറിന്റെ അടുത്ത് നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ പച്ച തേങ്ങ അരച്ച് കറി കൂട്ടുന്നത്. അതിന് മുമ്പ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷെ അന്ന് അതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മനസ്സിൽ കയറി കൂടിയതാണ്. അതിനുശേഷം ഞാൻ പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇതേ അരപ്പ് വെച്ചിട്ട് നമുക്ക് പച്ച അയലയും കറി വെക്കാം. വേറെ മീനൊക്കെ വെക്കാമെന്ന് എനിക്കറിയില്ല, വെക്കായിരിക്കും. പക്ഷെ അയലയുടെ ടേസ്റ്റ് സൂപ്പറാണ്. അപ്പൊ നമുക്കിത് നന്നായിട്ട് കലക്കി ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഇങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞതായതുകൊണ്ട് ഇത്രത്തോളം കുടംപുളി എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണമൊക്കെ ആണെങ്കിൽ ഒരു 3 കഷ്ണത്തോളം മതി. അത് മീനിനനുസരിച്ചും പുളിക്കനുസരിച്ചും പുളിയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പുളിയുടെ ഒരു ഡെൻസിറ്റി അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ് കുടംപുളി. പിന്നെ ആ കൂടെ ആവശ്യത്തിന് കറിവേപ്പില. ഓക്കെ, അത് എത്ര വേണമെങ്കിലും നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ കൂടെ പുളി ഇട്ടു, എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വേറെ ഒന്നും ചെയ്യേണ്ട, അടച്ചു വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഉപ്പുമീനാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്ന് മീനിന്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കപ്പ, മീൻ ഒക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നല്ലതുപോലെ
എല്ലാം മുളകൊക്കെ പുരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ആ ഒരു മീനിനെ വറുക്കാൻ പോവാണ്. ഇതിന് നമ്മൾ ചേർത്തേക്കുന്നത്, ഇതിന്റെ അരപ്പെന്ന് പറയുന്നത് ഒരു എന്താ പറയാ, പ്രത്യേകത എന്നൊന്നും പറയുന്നില്ല, പക്ഷെ വറ്റൽമുളക് നന്നായിട്ട് കുതിർത്തത്. ഓക്കെ, കുതിർത്തത്. അതിപ്പം കാശ്മീരി ചില്ലി ആണെങ്കിൽ എരിവ് കുറഞ്ഞ് കിട്ടും, കൊഴുപ്പും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. അതൊരു 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി. മീനിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിനകത്തൊക്കെ മാറ്റം വരുത്തണം. ചെറിയുള്ളി, പിന്നെ കുറച്ച് ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു ഇത്ര നീളമുള്ള 2 കഷ്ണം ഇഞ്ചി. അത്രയും സംഭവം നല്ലതുപോലെ മിക്സിയിലിട്ട് തന്നെ അരച്ചിട്ട് ആ കൂടെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. അരയ്ക്കുന്ന കൂടെ തന്നെ ഉപ്പ് ചേർക്കുക. പിന്നെ അത്രയും നല്ലതുപോലെ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീര് ഫുള്ള് ചേർക്കാം. നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു നുള്ള ഉലുവാപ്പൊടി. ഓക്കെ, അധികം ചേർക്കരുത്. ഉലുവയുടെ പൊടി ചേർത്ത് മീൻ വറുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വരഞ്ഞു വെച്ചേക്കുന്ന മീനിലേക്ക് നല്ലതുപോലെ പുരട്ടി പെട്ടെന്ന് വറുക്കുകയാണെങ്കിൽ കുറച്ച് 10-15 മിനിറ്റ് ഒക്കെ മാറ്റി വെക്കാം. പക്ഷെ ഇത് കുറെ നേരം വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ ആ പുളി, ചെറിയ നാരങ്ങയുടെ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും. ഓക്കെ, അങ്ങനെ വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇനി അതിനെയും കൂടെ വറുത്തെടുക്കാം. ആ കൂടെ നമ്മൾ ഇതിന്റെ അവസാനം ഇതില് വേറൊരു ചെറിയ 1-2 സാധനം കൂടെ ചേർക്കും. അത് പിന്നീട് നോക്കാം. ഇതൊന്ന് നമുക്ക് വറുത്ത് എടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മീനിന്റെ ഒരു സൈഡ് മൊഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ തന്നെ നമ്മള് അരപ്പ്, അതിന് നമ്മളൊരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ കൂട്ടിൽ തന്നെ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ആ കൂടെ ഞാൻ ഇതിപ്പോ ശകലം എടുത്തിട്ടുള്ളൂ. ചെറിയുള്ളി നല്ലതുപോലെ, അതൊരു ഇച്ചിരി മുളകിന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ചെറിയുള്ളി നല്ലതുപോലെ ചതച്ചിട്ട് അതിന്റെ നീര് നമുക്ക് ഇതിന്റെ പുറത്തോടെ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇപ്പൊ അങ്ങനെ അല്ല വെച്ചാലും ഇത് മീനിനൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ചെറിയുള്ളി, 2-3 കരിവേപ്പില ഇല മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചതച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിന്റെ സൈഡിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മീൻ വറുത്തതും റെഡിയാണ്. ഇപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ചിലര് ഇച്ചിരി എന്താ പറയാ, മുളക് പൊടി എണ്ണയിൽ ഒന്ന് ചൂടാക്കിയിട്ട്, അത് കടുക് വറക്കുന്നവരാണ്, അതായത് ഉള്ളി താളിച്ചിടുന്നവരാണ്. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എണ്ണ ഇച്ചിരി ചൂടാക്കുക, അതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് അതിനൊന്ന് വറുത്ത് അതിലേക്ക് അവസാനം ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്നും വേണ്ട, ഇങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് നല്ലത്. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ നല്ലത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ മുകളില് നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോഴും എന്താ പറയുക, ചട്ടി ആയതുകൊണ്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതിനെ അടച്ചു വെക്കാൻ പോവാണ്. കുറച്ച് നേരത്തേക്ക് നമുക്ക് അതിനെ തുറക്കണ്ട, അങ്ങനെ തന്നെ അടച്ച് ഇരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ മത്തി നല്ലതുപോലെ ഫ്രൈ ആവുന്ന സമയത്ത് ഞാൻ വേറൊരു അടുപ്പില് ഉണക്ക മുള്ളൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നൊസ്റ്റാൾജിയുള്ള ഒരു സാധനമാണ് കേട്ടോ. അതിങ്ങനെയല്ല, ഇരുമ്പിന്റെ ചീഞ്ചട്ടിയിൽ വറുത്ത് കഴിയുമ്പോൾ സത്യത്തിൽ മീനായിരുന്നില്ല ആവശ്യം, ചട്ടിയായിരുന്നു ആവശ്യം. ചട്ടിക്കകത്ത് ചോറിട്ട് കഴിക്കുക എന്നുള്ളത്. ഇത് ജസ്റ്റ് കാണിക്കുന്നതിന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ സാധാരണ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തതിനെ ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കും. സാധാരണ രീതിയിൽ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറക്കും. പിന്നെ അവസാനം ഇതാണ്, ഇത് ഉള്ളി, ചെറിയുള്ളി ഒരു കുറച്ചെണ്ണം, അതിപ്പോൾ നമുക്ക് ഉപ്പുമീനല്ലേ, അപ്പോൾ അതിന്റെ ഉപ്പും കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഒരു 10-15 ചെറിയുള്ളി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക. ആ കൂടെ 1-2 അല്ലി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല. അതെടുത്തിട്ട് അത് നമ്മൾ ഈ എണ്ണ ഒഴിച്ച് ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ശകല എണ്ണ ഒഴിച്ചിട്ട് ഇടുന്നു. അതിനുശേഷം അതൊന്ന് പകുതി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ക്രഷ്ഡ് ചില്ലി, അല്ലെങ്കിൽ നമ്മൾ വറ്റൽമുളക് അരച്ച് ചേർത്താലും മതി, പക്ഷെ എളുപ്പത്തിന് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മൊരിച്ച് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പണ്ടൊക്കെ ഈ മുളക് അരച്ച് വരട്ടിയാണ് സാധാരണ ഉണക്കമീൻ വറുക്കുക, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അമ്മയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഇപ്പൊ എളുപ്പപ്പണിക്ക് വേണ്ടി ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. കരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി. ഇതുണ്ടോ, നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വറുത്ത മുള്ളൻ റെഡി, മത്തി വറുത്ത് റെഡി. അതിലേ നമ്മൾ ആ ഉള്ളി ഒന്ന് ഒത്തിരി മൊരിക്കുന്നില്ല, എന്നാലും ഒരുമാതിരി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാണ്. അപ്പം നമ്മുടെ കപ്പ, മീനിന്റെ പലതരം വറുത്തതും കറി വെച്ചതും ഒക്കെ ആയിട്ടുള്ളതും. കേരമീൻ നേരത്തെ ഞാൻ കറി വെച്ചിരുന്നതാണ്, നല്ല കുടംപുളിയൊക്കെ ഇട്ട്. അതിന്റെ റെസിപ്പി വരുന്നുണ്ട് കേട്ടോ.
അത് ഉണ്ട്. പിന്നെ നമ്മുടെ മീൻകറി, വത്തി വറുത്തത്, ഉണക്കമീൻ വറുത്തത്, പിന്നെ അയല വറുത്തത്. അയല വറുത്തത് നേരത്തെ വറുത്തിട്ടിരിക്കുന്നതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ വറുത്ത് വെച്ചിരുന്ന ഇരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ സെറ്റ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഇപ്പൊ ഈ പ്ലേറ്റിലേക്ക് നോക്കി അതാണ്ട് അത്തപ്പൂക്കളം ഇട്ട പോലെ ഉണ്ട്. എല്ലാ കളറിലും പല രീതിയിലുള്ള കറികളും ഒക്കെ ആയിട്ട്. ഇതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് മനസ്സ് വെക്കണ ഒരു സന്തോഷത്തോടു കൂടി മക്കളെയൊക്കെ ഒന്ന് ഓർത്താൽ മതി. മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം. ഇത്രയും മീനൊന്നും ഒരുമിച്ച് വേണമെന്നില്ല. പക്ഷെ ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, എന്നെ സംബന്ധിച്ച് ഈ ഉണക്കമീനിന്റെ കറി വറുത്തത്, പിന്നെ മീൻകറി, അയല വറുത്തത് ഒക്കെ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും കപ്പ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഫീലുണ്ട്. അത് പെട്ടെന്നൊരു മനസ്സിൽ കയറി വന്നപ്പം ഞാൻ ഉണ്ടാക്കിയ, എനിക്കൊരിക്കലും എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ടേസ്റ്റ് വരില്ല. പക്ഷെ എനിക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നി. ഇവിടെയുള്ളവരെ ആരോടും കപ്പയുടെ മീനിന്റെ ഒന്നും ടേസ്റ്റ് പറയേണ്ടതില്ല. കറിയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയും കറിയും ഫ്രൈയും ഒന്നും കണ്ടിട്ട് ഒരുപാട് നേരം വേണമെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ പെട്ടെന്നാവുമെന്ന് വീട്ടമ്മമാർക്ക് ഒട്ടുമുക്കാലും അറിയാവുന്നതാണ്. അല്ലാത്തവർക്കും ഇങ്ങനെ ചെയ്തു നോക്കാം. ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ അരപ്പ് ചേർത്താൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. മീൻ വറുക്കുന്നതിനും ആ ഒരു അരപ്പ് തയ്യാറാക്കുന്നതിനകത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഇതൊന്നും പറയുന്നില്ല. എല്ലാവരും ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.